السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട നമ്മുടെ ആത്മീയ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ അവറുകളെ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സമസ്തയുടെ ബഹ്റൈൻ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ, ഈ വേദിയെ ധന്യമാക്കുന്ന പ്രഗത്ഭരായ നമ്മുടെ നേതാക്കൾ, KMCCയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജലീൽ സാഹിബ്, പ്രിയപ്പെട്ട ജീപ്പാസ് ഹാഷിം സാഹിബ്, അഹമ്മദ് ഹാജി, സമസ്തയുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട SM അബ്ദുൽ വാഹിദ്, ട്രഷറർ പ്രിയപ്പെട്ട VK കുഞ്ഞഹമ്മദ് ഹാജി, എൻ്റെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട ഫരീദ് റഹ്മാനി, സലാം ഫൈലി, നമ്മുടെ ഈ മദ്രസ സംവിധാനത്തിനും സമസ്തയുടെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രഗത്ഭരായ ഉസ്താദുമാരെ, ബഹ്റൈനിലെ വിവിധ മലയാളി സംഘടനകളെ പ്രതിനിധീകരിച്ച് വന്ന പ്രിയപ്പെട്ട നേതാക്കളെ, വളരെ ആവേശത്തോടെ നേരത്തെ തന്നെ നമ്മുടെ ഈ മദ്രസയുടെ ഉദ്ഘാടന പരിപാടി ഒരാഘോഷമായി ഏറ്റെടുത്ത് തടിച്ചുകൂടിയ ബഹ്റൈനിലെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, സമസ്തയുടെ പ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷികളാവാൻ നമുക്കൊക്കെ അള്ളാഹു ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ചെയ്തത്. ബഹ്റൈനിലെ മലയാളി മുസ്ലിങ്ങളെ സംബന്ധിച്ച് 30 വർഷത്തിനപ്പുറമുള്ള ചരിത്രം നമ്മുടെ ഈ മഹത്തായ മദ്രസ സംവിധാനത്തിന് പറയാനുണ്ട്. അതിൻ്റെ അതിശക്തമായ വിജയത്തിൻ്റെ മനോഹരമായ ഒരു പൊൻതൂവലായി നമ്മുടെ അറബ് നേതാക്കളൊക്കെ ഇവിടെ അറിയിച്ചതുപോലെ വളരെ മനോഹരമായ അവരുടെ പ്രശംസകൾ ഏറ്റുവാങ്ങാൻ നമ്മുടെ ഈ സദസ്സിനും നമ്മുടെ സംസ്കാരത്തിനും സാധിച്ചു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. ബഹ്റൈനിലെ സമസ്തയുടെ പ്രവർത്തനത്തെ വളരെ ആവേശത്തോടെയാണ് കേരളത്തിലെ സമസ്തയുടെ നേതാക്കൾ നോക്കിക്കാണാറുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിച്ചേരുമ്പോൾ നമുക്കൊക്കെ അറിയാം, തങ്ങൾ വളരെ തിരക്ക് പിടിച്ച ഒരു സമയമാണ്. അത് സാമുദായികമായ പല വിഷയങ്ങളും, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളും, അതോടൊപ്പം നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെയായി വിവിധ മേഖലകളിലെ വളരെ വലിയ തിരക്കുകൾക്കിടയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ആവേശത്തോടെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് എത്താൻ സന്തോഷം കാണിച്ചത് ബഹ്റൈനിലെ മലയാളി മുസ്ലിങ്ങളോട്, സമസ്തയുടെ പ്രവർത്തകരോടുള്ള വളരെ ആത്മാർത്ഥമായ ആ ഒരു ബന്ധമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ മറ്റൊരു രാജ്യത്തുമില്ലാത്ത നാമധേയത്തിൽ തന്നെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും സമസ്തയുടെ കീഴ്ഘടകങ്ങളും മദ്രസകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ബഹ്റൈനിൽ മാത്രമാണ് പേരിൽ സമസ്ത കേരള സുന്നി ജമാഅത്ത് എന്ന പേരിൽ പ്രവർത്തിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക് സെന്റർ, സുന്നി സെന്റർ, മറ്റുള്ള പല പേരുകളിലാണ് നമ്മുടെ പ്രസ്ഥാനം പ്രവർത്തിച്ചു വരുന്നത്. പേരുകൊണ്ടും പ്രവർത്തനം കൊണ്ടും കേരളത്തിലെ സമസ്തയുടെ നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് വളരെ ആവേശം പകർന്നുകൊണ്ടാണ് ബഹ്റൈനിലെ നമ്മുടെ ഈ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. നമുക്കൊക്കെ വളരെ അഭിമാനമായി ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങളുടെ നേതൃത്വം, ഈ സദസ്സ് തന്നെ അതിൻ്റെ തുടക്കം മുതൽ നമ്മുടെ അറബി അതിഥികളെ വളരെ മനോഹരമായി സൽക്കരിക്കാനും സ്വീകരിക്കാനും തങ്ങളുടെ നേതൃത്വം വളരെ ശക്തമായി നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് നമുക്കൊക്കെ ബോധ്യമാണ്. തങ്ങളുടെ നേതൃത്വം, അതേപോലെ കുഞ്ഞഹമ്മദ് ഹാജി, അബ്ദുൽ വാഹിദ് തുടങ്ങിയ നമ്മുടെ നേതാക്കളുടെ, അവരോടൊപ്പം നിൽക്കുന്ന സഹപ്രവർത്തകർ, ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല, വളരെയേറെ ബുദ്ധിപരമായും വളരെ കൃത്യതയോടുകൂടെയുള്ള കാൽവെപ്പുകൾ, അവരെ സഹായിക്കാൻ ബഹ്റൈനിലെ ധാരാളം സമ്പന്നരായ ആളുകൾ,
അതോടൊപ്പം തന്നെ അതിനേക്കാൾ വളരെ ആവേശകരമായി ഞങ്ങൾക്കൊക്കെ എപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്, രാവും പകലും ഈ നേതാക്കൾക്ക് വളരെ അനുസരണയോടുകൂടെ ഏത് പാതിരാ സമയത്ത് എങ്ങോട്ട് വിളിച്ചാലും എത്തിച്ചേരാൻ തയ്യാറുള്ള ഒരു യുവനിര ബഹ്റൈൻ സമസ്തയുടെ കീഴിൽ വിവിധ ഏരിയകളിലുണ്ട്. നമ്മുടെ വിഖായ വളണ്ടിയർമാർ ഉൾപ്പെടെ ഓരോ ഏരിയ കമ്മിറ്റികളുടെ വളരെ ആവേശോജ്വലമായ ഒരു യുവനിര, നമ്മുടെ കുട്ടികൾ, നമ്മുടെ പ്രവർത്തകർ, ഇതെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ ബഹ്റൈനിലെ സമസ്തയും സമസ്തയുടെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് ഭാവി തലമുറക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ സംസ്കാരവും ഈ വിജ്ഞാന പാരമ്പര്യവും പകർന്നു നൽകാൻ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രവർത്തനങ്ങളും ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ഇവിടെയുള്ള മലയാളി മുസ്ലിങ്ങൾക്ക് മതവൈജ്ഞാനികമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ദിവസങ്ങളിലും വിവിധ മേഖലകളിലായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനു പുറമെ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മതസ്ഥാപനങ്ങളുടെ, നമ്മുടെ ഓരോരുത്തരുടെ നാടുകളിലെ പള്ളി, മദ്രസ, അറബി കോളേജുകൾ, യതീംഖാനകൾ തുടങ്ങിയ വിവിധ പദ്ധതികൾക്ക് നമ്മുടെ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ നാണയത്തുട്ടുകൾ കൊണ്ട് ഒരുപക്ഷെ സ്വന്തം കുടുംബത്തെക്കാൾ പ്രാധാന്യം നൽകി സഹായിക്കുന്ന ഒരു പാരമ്പര്യവും നമ്മുടെ ഈ ബഹ്റൈനിലെ മലയാളി മുസ്ലിങ്ങൾക്കുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ഓരോരുത്തരും കടന്നു വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഫരീദ് റഹ്മാനിയും സലാം ഫൈസിയും ഇവിടെ എത്തിച്ചേർന്നത് ആരാരുമില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്ന പാവപ്പെട്ടവർ, വൃദ്ധസദനങ്ങളിൽ അഭയം തേടി അന്ത്യനിമിഷങ്ങളിൽ ഒരുപക്ഷെ ഈമാൻ പോലും നഷ്ടപ്പെടുത്തി മറ്റു മതാചാരപ്രകാരം അവസാനം ജീവിക്കേണ്ടി വരുന്ന പാവങ്ങൾ, ഇസ്ലാമികമായ ചുറ്റുപാടിൽ അങ്ങനെയുള്ള പാവപ്പെട്ട രോഗികൾക്ക്, പ്രായമുള്ളവർക്ക് അഭയം നൽകാൻ കാളികാവിൽ നിർമ്മിക്കുന്ന ഹിമ കെയർ ഹോം എന്ന സ്ഥാപനം ബഹുമാനപ്പെട്ട തങ്ങൾ അതിന്റെ വിജയത്തിന് വേണ്ടിയാണ് അവസാനം പ്രത്യേകമായി ദുആ ചെയ്തത്. അല്ലാഹു അവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. സഹായിക്കുന്നവരെ ദുനിയാവിലും ആഖിറത്തിലും പടച്ച റബ്ബ് സഹായിക്കട്ടെ. നമ്മുടെ ഈ മനോഹരമായ സംവിധാനം കേരളത്തിലെ ഒരു വിശുദ്ധമായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മുടെ അതിഥികൾ, നമ്മുടെ പ്രിയപ്പെട്ട ഖാളി ഉൾപ്പെടെയുള്ള ആളുകൾ ബഹ്റൈനിൽ വെച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പരിചയപ്പെട്ടതും ഇന്ത്യയിൽ വന്ന് കേരളത്തിൽ വന്ന് നമ്മുടെ സംസ്കാരം ബോധ്യപ്പെട്ടതും നമ്മെ അറിയിച്ചു. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംസ്കാരം നിലനിർത്താൻ സാധിച്ചത്? സൽസ്വഭാവവും പെരുമാറ്റവും മര്യാദകളും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വളരെ ചെറുപ്പം മുതലേ പഠിപ്പിച്ച് ദീനിന്റെ വിശുദ്ധമായ ഒരു പാരമ്പര്യം, മഹാന്മാരായ മുൻഗാമികൾ, കേരളത്തിലേക്ക് ഇസ്ലാം വന്ന സാഹചര്യം തന്നെ മഹാന്മാരായ സ്വഹാബത്ത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ദീനിയായ ദഅവത്ത് നടന്ന കൊച്ചു കേരളം, ഉത്തരേന്ത്യയിൽ ഇസ്ലാമികമായ ദഅവത്ത് നടക്കുന്നത് ഭരണാധികാരികളുടെ, മുസ്ലിം ഭരണാധികാരികളുടെ പ്രവർത്തനങ്ങളുടെ ഒരു പാർശ്വഫലമായിട്ടാണ്. മുഗളന്മാരും ഗോറിമാരും ഖിൽജിമാരും നവാബുമാരും ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യ ഭരണം നടത്തിയ 800 കൊല്ലത്തിലധികം ഭരണത്തിന്റെ ചരിത്രം, വളരെ അഭിമാനകരമായ ചരിത്രം ഇപ്പോഴും ഇന്ത്യയുടെ അടയാളങ്ങളായി സമർപ്പിക്കപ്പെടുന്ന മനോഹരമായ ചെങ്കോട്ടയും മനോഹരമായ കുത്തുബ് മിനാറും അതേപോലെ താജ്മഹലും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് ചരിത്ര കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ സിംബലുകളായി, ഇന്ത്യയുടെ അടയാളങ്ങളായി ലോകരാജ്യങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന ശില്പഭംഗിയുള്ള മനോഹരമായ കെട്ടിടങ്ങൾ മുഗൾ ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികളുടെ സംഭാവനകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി, ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ, നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ്, ഡൽഹി ജുമാ മസ്ജിദിനെ പോലെ അല്ലെങ്കിൽ മറ്റു പല പള്ളികളെ പോലെ ശില്പഭംഗി കൊണ്ട് കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിന് പ്രത്യേകതകളൊന്നുമില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായിട്ട് ഇന്ത്യയിൽ ആദ്യം ഇസ്ലാം കടന്നു വന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് അങ്ങനെയുള്ള ശില്പഭംഗിയുടെ, മനോഹരമായ കെട്ടിടങ്ങളുടെ,
അല്ലെങ്കിൽ ഒരു ഭരണത്തിന്റെ ചരിത്രം ഒന്നുമല്ല പറയാനുള്ളത്. മാതൃകാപരമായ ഒരു ഉമ്മത്തിനെ സമർപ്പിക്കാൻ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വഹാബത്ത് മുതൽ കേരളത്തിലെ മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് വിജ്ഞാനത്തിനായിരുന്നു, ഇൽമിനായിരുന്നു. നമ്മൾ അറിയുന്ന ചരിത്രം, കേരളത്തിന്റെ ചരിത്രം, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ചരിത്രം പോലും ആദ്യമായി രേഖപ്പെടുത്തിയ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെ ആ മഖ്ദൂം തങ്ങളിൽ നിന്നാണ് തുഹ്ഫത്തുൽ മുജാഹിദീനിലൂടെ കേരളത്തിന്റെ ഒരു മനോഹരമായ സംസ്കാരത്തിന്റെ ചരിത്രം വില്യം ലോഗന് പഠിക്കാനും അതേപോലെ ഇംഗ്ലീഷുകാർക്ക് പഠിക്കാനും ലോകത്ത് ഇന്ന് നിരവധി ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട് കേരളത്തിന്റെ ചരിത്രത്തിന്റെ ആധികാരിക രേഖ പോലും തുടങ്ങുന്നത് മുസ്ലിം പണ്ഡിതന്മാരുടെ വൈജ്ഞാനികമായ കാൽവെപ്പുകളുടെ പിന്തുടർച്ചയായിട്ടാണ്. കേരളത്തിലെ മുസ്ലിം സമുദായം എന്താണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് കിതാബുകൾ ഉണ്ടാക്കി. മഖ്ദൂമി പണ്ഡിതന്മാർ അറബ് ഭാഷയിലും അറബ് മലയാളത്തിലും, അറബ് മലയാളത്തെ കളിയാക്കുന്ന ആളുകളുണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് അറബ് മലയാളം എന്ന ഒരു ലിപി രൂപീകരിക്കപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അറബ് മലയാളത്തിന്റെ ആധികാരികമായ ചരിത്രം പറയുന്നത് മലയാള ഭാഷക്കൊരു ലിപി ഉണ്ടാകുന്നതിനു മുമ്പ്, മലയാള ഭാഷക്കൊരു എഴുത്തിന്റെ ആധികാരികമായ ലിപി ഉണ്ടാകുന്നതിനു മുമ്പ് കേരളത്തിലെ മുസ്ലിം സമുദായം അറിവിന് വേണ്ടി ദാഹിക്കുന്നവരും അറിവ് കൈമാറ്റം ചെയ്യാൻ വേണ്ടി അവർ സ്വയം വികസിപ്പിച്ച ഒരു മഹാസംവിധാനം, അത് ലോകത്തെ വൈജ്ഞാനിക ചരിത്രത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നല്ലേ. അറബ് ഭാഷയുടെ ലിപി അവർക്കറിയാം. അത് മലയാളത്തിലേക്ക് ചേർത്തുകൊണ്ട് അറബി മലയാളം എന്ന ഒരു ലിപി പോലും ആവിഷ്കരിച്ചത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിജ്ഞാന ദാഹത്തിന്റെ മൂർത്തഭാവമാണ് സൂചിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് കിതാബുകൾ, ആയിരക്കണക്കിന് കൃതികൾ, പുസ്തകങ്ങൾ സാഹിത്യരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, പൊതുവിഷയങ്ങളിൽ, ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ മുന്നിൽ, നമ്മുടെ മുൻഗാമികൾക്ക് മുന്നിൽ സമർപ്പിച്ചു. ആയിരക്കണക്കിന് പള്ളികളിൽ ദർസുകൾ ഉണ്ടായി, പണ്ഡിതന്മാരുണ്ടായി. വിജ്ഞാനമാണ്, അറിവാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത്. ആ പാരമ്പര്യം കൊണ്ട് തന്നെയാണ് നമ്മുടെ ശക്തമായ ഒരു കൂട്ടായ്മ ഇന്ന് അഭിമാനകരമായി മതരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ലോക മുസ്ലിങ്ങൾക്കിടയിൽ കേരളത്തിലെ മുസ്ലിം സമുദായം വേറിട്ട് നിൽക്കുന്നത് ഈ അഭിമാനകരമായ ഒരു പാരമ്പര്യം കാത്തു സംരക്ഷിച്ചത് കൊണ്ടാണ്. ആ ഒരു പാരമ്പര്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ ഒരു പാരമ്പര്യം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അടിസ്ഥാനപരമായ മദ്രസ സംവിധാനങ്ങൾ കെട്ടിപ്പടുത്തത്. 1-ാം ക്ലാസ് മുതൽ +2 തലം വരെ വളരെ വ്യവസ്ഥാപിതമായ സിലബസ് ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രായവും അവരുടെ പക്വതയും അവരുടെ മാനസിക നിലവാരവും ആധുനിക കാലഘട്ടത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ആലോചിച്ച് തയ്യാറാക്കിയ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ആദ്യത്തെ പാഠം അദബുൻ എന്നുള്ള പാഠം മുതൽ അവർ പഠിച്ചു തുടങ്ങുന്നു. എന്താണ് അദബ്? എല്ലാത്തിന്റെയും അടിത്തറ അദബാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അൽ അദബു അഫ്ളലു മിനൽ ഇൽമ്, ഇൽമിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് അദബ്. അദബ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചരിത്രത്തിൽ പല ആളുകൾക്കും പരാജയം സംഭവിച്ചത്. വളരെ വലിയ വലിയ വിവരാളന്മാർ, വൈജ്ഞാനികമായി ഒരുപാട് അറിയപ്പെട്ട ആളുകൾ ഒന്നുമല്ലാതായത് അദബ് എന്ന ഏറ്റവും വലിയ മനോഹരമായ സംസ്കാരം ഇല്ലാതെ പോയപ്പോഴാണ്. അദബിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. കടപ്പാട്, മര്യാദകൾ മാതാപിതാക്കളോട്, അധ്യാപകരോട്, ഉസ്താദുമാരോട്, അയൽക്കാരോട്, മുതിർന്നവരോട്, ഇതര മതസ്ഥരോട് എല്ലാവരോടുമുള്ള അദബുകളുടെ മനോഹരമായ പാഠങ്ങൾ മഹാന്മാരായ നമ്മുടെ ഉലമാക്കൾ അഖ്ലാഖ് എന്ന ഓരോ ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിലൂടെ അടിസ്ഥാനപരമായി ഖുർആനും ഹദീസും ഫിഖ്ഹും തജ്വീദും താരീഖും ചരിത്രവും ഒക്കെ നമ്മുടെ മക്കൾക്ക് ഓരോ വിഷയങ്ങളായി പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അഖ്ലാഖ് എന്ന ഒരു പാഠവിഭാഗം, മനോഹരമായ ഒരു സംസ്കാരം, മനോഹരമായ ഒരു സ്വഭാവ രൂപീകരണം, അതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമുദായം എന്നും വേറിട്ട് നിന്നത്.
പക്വതയുള്ള നേതൃത്വത്തെ അംഗീകരിക്കുന്ന, സമാധാനത്തോടെ സംയമനത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന, ഏത് രംഗത്തും അച്ചടക്കമുള്ള ഒരു സമൂഹം, പൊതുസമൂഹത്തിനിടയിൽ കേരളത്തിലെ മുസ്ലിം സമുദായം നിന്നത് ഈ മനോഹരമായ പാഠങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ചെറുപ്പം മുതലേ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാരമ്പര്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിർത്തിയത് കൊണ്ടാണ്. ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം ഈമാനിന്റെ ഭാഗമാണ് എന്ന ഒരു പാഠം മദ്രസയിലെ 3ാം ക്ലാസ്സിലെ അഖ്ലാഖ് പാഠപുസ്തകത്തിൽ ആകെയുള്ള 10 പാഠങ്ങളിൽ ഒരു പാഠം ഈ രാജ്യത്തെ, നമ്മുടെ രാജ്യത്തെ, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം. ബഹുസ്വര സമൂഹമായ ഇന്ത്യയെ, ആ ഇന്ത്യക്കാരെ, ഭാരതം എന്റെ രാജ്യമാണ്, ഭാരതീയരെല്ലാം എന്റെ സഹോദരീ സഹോദരന്മാരാണ് എന്നത് കേവലം സ്കൂളിലെ മുറ്റത്തെ അസംബ്ലിക്ക് പൊരിവെയിലുകൊണ്ട് അർത്ഥമറിയാതെ കുഞ്ഞുങ്ങൾ പറയുന്ന ചില വെറും വാക്കുകളാവരുത്. അത് ജീവിതത്തിൽ പാലിക്കണം. എങ്ങനെയാണ് സ്നേഹം, എങ്ങനെയാണ് ഐക്യം, എങ്ങനെയാണ് സൗഹൃദം നിലനിർത്തേണ്ടത്? മദ്രസയുടെ പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുകയും അതിന്റെ വിശുദ്ധമായ ഒരു പാരമ്പര്യം, ആ മനോഹരമായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ് നമുക്ക് അഭിമാനകരമായ ഒരു ചരിത്രമുണ്ടായത്. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും പലതരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളും നടത്താൻ പല ആളുകളും ശ്രമം നടത്തിയപ്പോ അത് വിലപ്പോകാതിരുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ നായകന്മാർ, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അവരുടെ മുൻഗാമികൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, PMS പൂക്കോയ തങ്ങൾ നമ്മോടൊരു വാക്ക് പറഞ്ഞാൽ, സമാധാനത്തിന്റെ, സംയമനത്തിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അനുസരിക്കാൻ തയ്യാറാവുന്ന കേരളത്തിലെ മുസ്ലിം സമുദായം, ആ ഒരു ഭദ്രത എന്തുകൊണ്ടാണ് നിലനിന്നത്? നമ്മുടെ മുൻഗാമികൾ വിജ്ഞാനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകി. അതുകൊണ്ട് തന്നെ മാനവികമായ ഐക്യം, മൈത്രി വളരെ പാരമ്പര്യമായി നമ്മുടെ നാട്ടിൽ നിലനിന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്ത് കേരളത്തിലേക്ക് കടന്നു വന്നത് മുതൽ അവരെ 2 കൈയും നീട്ടി എന്തുകൊണ്ടാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഹിന്ദു സഹോദരീ സഹോദരങ്ങൾ, നാട്ടുരാജാക്കന്മാർ സ്വീകരിച്ചത്? പല വൈദേശിക ശക്തികളും കപ്പലോട്ടി കേരളത്തിന്റെ തീരത്തേക്ക് കടന്നു വന്നു. വാസ്കോഡഗാമ കപ്പലോട്ടി വന്നത് കേരളത്തിന്റെ തീരത്തേക്കാണ്. ഡച്ചുകാര്, പോർച്ചുഗീസുകാര്, ഫ്രഞ്ചുകാര്, ബ്രിട്ടീഷുകാര് കപ്പലുകൾ ഓട്ടി കേരളത്തിന്റെ തീരത്തേക്ക് കടന്നു വന്നപ്പോ അവരെ എറിഞ്ഞാട്ടാനും അവരെ പ്രതിരോധിക്കാനും കേരളത്തിലെ മുസ്ലിം സമുദായം, കേരളത്തിലെ മുൻഗാമികൾ വളരെ ശക്തമായി എന്നും നിലകൊണ്ടിട്ടുണ്ട്. പക്ഷേ അറബികൾ മക്കയിൽ നിന്ന്, അറേബ്യയിൽ നിന്ന് പായക്കപ്പലോട്ടി കേരളത്തിന്റെ തീരത്തേക്ക് കടന്നു വന്നപ്പോ വിദേശികളാണ് അവരെ ഏറ്റവും മനോഹരമായി കൈനീട്ടി സ്വീകരിച്ചു. നേരത്തെ കച്ചവട ആവശ്യാർത്ഥം അവരൊക്കെ വന്നിരുന്നുവെങ്കിലും ഒരു പേന, കത്തി പോലുമില്ലാതെ, ഒരു ആയുധത്തിന്റെ ഒരു ചെറിയ ചീള് പോലുമില്ലാതെ മഹാന്മാരായ സഹാബത്ത് കടന്നു വന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നന്മക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ നാട്ടിലെ മുൻഗാമികളായ നാട്ടുരാജാക്കന്മാർക്ക്, ഹിന്ദു സഹോദരീ സഹോദരന്മാർക്കുണ്ടായി. ആ സഹാബത്തിന്റെ സംസ്കാരം, അവരുടെ പെരുമാറ്റം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്ന കാലഘട്ടത്തിൽ, ജാതീയതയുടെ പേരിൽ കീഴാളന്മാരെ, പാവപ്പെട്ട മനുഷ്യരെ അകറ്റി നിർത്തിരുന്ന കാലഘട്ടത്തിൽ മഹാന്മാരായ സഹാബത്ത് ഈ നാട്ടിലെ, നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്കൊപ്പം ഒന്നിച്ചിരിക്കാനും പെരുമാറാനും ഭക്ഷണം കഴിക്കാനും ആ ഒരു സംസ്കാരം അന്ന് മുതൽ തുടങ്ങി നമ്മുടെ മുൻഗാമികൾ മുഴുവനും കാണിച്ചു തന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകൻ ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ 5ാമത്തെ തലമുറയിൽപ്പെട്ട ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് ഹാമിദ് ബാലവി തങ്ങൾ മക്കയിൽ നിന്ന് കോഴിക്കോട്ടെ പുതിയങ്ങാടിയിലേക്ക് കടൽ മാർഗം ആ പുതിയങ്ങാടി കടൽ തീരത്ത് വന്നിറങ്ങി. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കുടുംബ പരമ്പര തുടങ്ങുന്നത് അവിടെ മുതലാണ്. ബഹുമാനപ്പെട്ട ഹാമിദ് ബാലവി തങ്ങൾ കോഴിക്കോട്ടെ പുതിയങ്ങാടിയിൽ കടപ്പുറത്ത് സ്ഥാപിച്ച കടപ്പുറത്തെ പള്ളി, ആ കടപ്പുറത്തെ പള്ളി നിർമ്മിക്കാൻ ആ നാട്ടിലെ നാട്ടുരാജാവും അവിടുത്തെ ഹിന്ദു സഹോദരീ സഹോദരങ്ങളൊക്കെ ഏറ്റവും വലിയ സന്തോഷത്തോടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ആ കടപ്പുറത്തെ പള്ളിയുടെ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നത്, എല്ലാ വർഷവും കടപ്പുറത്തെ പള്ളി കെട്ടിമേയാൻ ഓലമേഞ്ഞ പള്ളിയായിരുന്നു. കടപ്പുറത്തെ പള്ളിയുടെ ഓലമേയാൻ വേണ്ടി സാമൂതിരി രാജാവ് കൊട്ടാരത്തിൽ നിന്ന് നേരിട്ടാണ് ഓരോ വർഷവും അതിനുള്ള ഏറ്റവും മുന്തിയ ഓല കൊണ്ടുവന്നിരുന്നത്.
അത് കടപ്പുറത്തെ പള്ളി പുതിയങ്ങാടിയിൽ ഒരു ആഘോഷമായിരുന്നു, ഒരു ഉത്സവമായിരുന്നു. എന്താണ്? രാജാവും പരിവാരങ്ങളും കൊട്ടാരത്തിൽ നിന്ന് എഴുന്നള്ളി വരുന്നത് കടപ്പുറത്തെ പള്ളിയുടെ ഓല കെട്ടിമേയാൻ. ആ പുത്തനോല കൊണ്ടുവരുന്നത് കൊട്ടാരത്തിൽ നിന്ന്. രാജാവാണ് ആ കർമ്മത്തിന് നേതൃത്വം നൽകുന്നത്. അത് മാത്രമല്ല, പഴയ ഓല, കടപ്പുറത്തെ പള്ളിയുടെ മുകളിൽ വിരിച്ച 1 കൊല്ലം പഴക്കമുള്ള പഴയ ഓല സാമൂതിരി രാജാവ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്ത് ഒരു അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ മുകളിൽ, കടപ്പുറത്തെ പള്ളിയുടെ മുകളിൽ വിരിച്ച 1 കൊല്ലം പഴക്കമുള്ള പഴയ ഓല സാമൂതിരി രാജാവ് വിരിച്ചിരുന്നു എന്ന് പുതിയങ്ങാടിയുടെ ചരിത്രരേഖയിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ മനോഹരമായ ഒരു പാരമ്പര്യം നിലനിന്നത്? ഈരാറ്റുപേട്ടയിൽ നൈനാർ പള്ളി എന്ന ഒരു പള്ളിയുണ്ട്. ബഹുമാനപ്പെട്ട കാഞ്ഞിരമുറ്റം ഫരീദ് ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ ഈരാറ്റുപേട്ടയിൽ എത്തിയപ്പോ അവരുടെ പെരുമാറ്റം, അവരുടെ മര്യാദ, അവരുടെ വ്യക്തിവിശുദ്ധി അത് നേരിട്ട് ബോധ്യപ്പെട്ട പൂഞ്ഞാർ രാജാവ് 6 ഏക്കർ ഭൂമി കാഞ്ഞിരമുറ്റം ഫരീദ് ഔലിയ തങ്ങൾക്ക് പതിച്ചു നൽകി. അവിടെയാണ് നൈനാർ പള്ളി എന്ന മനോഹരമായ പള്ളി ഉണ്ടായത്. എറണാകുളം ജില്ലയിൽ ചെമ്പിട്ടപ്പള്ളി എന്നൊരു പള്ളിയുണ്ട്. എറണാകുളം ജില്ലയിൽ പഴയ കാലത്ത് ജൂതന്മാരുണ്ടായിരുന്നു, കുറഞ്ഞ ജൂത കുടുംബങ്ങൾ. ഇപ്പോഴൊന്നും അവശേഷിക്കുന്നില്ല എന്നാണ് അറിവ്. ബാക്കി ഉണ്ടായിരുന്നവർ ഇസ്രായേലിലേക്ക് കുടിയേറ്റം നടത്തി എന്ന് പറയപ്പെടുന്നു. അന്ന് ചെമ്പിട്ടപ്പള്ളി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മൗല അൽ ബുഖാരി റഹിമഹുല്ല മഹാനവറുകൾ ആ പള്ളി ഉണ്ടാക്കുമ്പോ ആ പള്ളിക്ക് ആവശ്യമായ മരം മുഴുവൻ സംഭാവന ചെയ്തത് എറണാകുളം ജില്ലയിലെ ഒരു ജൂത സഹോദരനാണ് എന്ന് ചരിത്രരേഖയിലുണ്ട്. ജൂതന്മാർ ഏത് രാജ്യത്തും എവിടെയും സത്യത്തിൽ ഇസ്ലാമിനോട് ഏറ്റവും വലിയ കുടിപ്പകയോടുകൂടെ പെരുമാറുന്നവരാണ്. അവർക്ക് പോലും അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആ കാലഘട്ടത്തിലെ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, മുത്തനബിയുടെ പ്രവാചക പരമ്പരയിലെ കുടുംബത്തിലെ നായകന്മാർ, അവരുടെ പെരുമാറ്റം, അവരുടെ സൗഹൃദം അവരെ മുഴുവനും ആകർഷിച്ചിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അയ്യപ്പസ്വാമിയുടെയും വാവർ വലിയുള്ളാഹിയുടെയും ചരിത്രം, ആ ബന്ധം, ആ ഒരു ആത്മീയ ബന്ധം ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയാർ ഒരുപക്ഷെ ചരിത്രത്തിൽ രസിക ശിരോമണി എന്ന് പറയപ്പെടുകയും ഒരു ഹാസ്യ കഥാപാത്രമായി അവതരിപ്പിക്കപ്പെടുമ്പോഴും കുഞ്ഞായി മുസ്ലിയാർ വളരെ വലിയ ഒരു ആലിമായിരുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാനായിരുന്നു. അവരുടെ ബഹുമാനപ്പെട്ട ആ കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും തമ്മിലുള്ള ഏറ്റവും വലിയ സ്നേഹബന്ധം, അതിന്റെ അടിത്തറ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്. മതസൗഹാർദ്ദം നിലനിർത്താൻ ബഹുമാനപ്പെട്ട ഔലിയാക്കൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. മതസൗഹാർദ്ദം നിലനിർത്താൻ ലോക ചരിത്രത്തിൽ ഔലിയാക്കളാണ് മതസൗഹാർദ്ദം നിലനിർത്തിയത്. ഔലിയാക്കളുടെ വിശുദ്ധമായ പാരമ്പര്യമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട്ടെ ചരിത്ര പ്രസിദ്ധമായ മാനാഞ്ചിറ, ആ മാനാഞ്ചിറയുടെ ചരിത്രം സയ്യിദ് ജിഫ്രി തങ്ങളാണ്. കോഴിക്കോട്ടുകാർക്ക് ഏത് കാലഘട്ടത്തിലും സമൃദ്ധമായി വെള്ളം കിട്ടുന്ന, ഇവിടെ വെള്ളം കിട്ടുമെന്ന മാനാഞ്ചിറയിൽ അവരുടെ കറാമത്ത് കൊണ്ട് ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ അതിനു വേണ്ട മുഴുവൻ ചെലവ് ഏറ്റെടുത്തു. മാനവിക്രമൻ രാജാവ് അതിനുവേണ്ടിയുള്ള സ്ഥലം വിട്ടുകൊടുത്തു. ഈ പരസ്പര സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ മനോഹരമായ അടയാളപ്പെടുത്തലാണ് കോഴിക്കോട്ടെ മാനാഞ്ചിറ. ആ ചരിത്രം ശംസുൽ ഉലമ 60ാം വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിച്ചിരുന്നു. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യം, നമ്മുടെ കൊച്ചു കേരളം ഇന്ന് പോകുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം. ആ സാഹചര്യത്തിൽ ഈ മനോഹരമായ പാഠങ്ങൾക്ക്, ഏറ്റവും വലിയ ചരിത്ര ശകലങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും മനോഹരമായ നമ്മുടെ നേതൃത്വം വളരെ വിശുദ്ധമായ ഒരു പാരമ്പര്യം നിലനിർത്താൻ നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോ സമാധാനത്തോടെ, സംയമനത്തോടെ, പരിധി വിടാതെ, അത് അൽഹംദുലില്ലാഹ് ഏത് വിഷയത്തിലും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ നമ്മുടെ വികാരത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാ. അത് എത്ര പ്രകോപനങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിൻ്റെ ഒക്കെ പിന്നിൽ ചില ദുശക്തികൾക്ക് ചില ചൂഷണത്തിന്റെ ലക്ഷ്യങ്ങളുണ്ട്, ചില താല്പര്യങ്ങളുണ്ട്. വർഗീയപരമായി ചേരിതരിവുണ്ടാക്കി മുസ്ലിം സമുദായത്തെയും അമുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് ചോര ഊറ്റിക്കുടിക്കാൻ ശ്രമിക്കുന്ന ചില ദുശക്തികൾ പലപ്പോഴും ചരിത്രം അറിയാത്തത് കൊണ്ടല്ല,
പ്രിയപ്പെട്ട ശ്രീനാരായണ ഗുരു, ബഹുമാനപ്പെട്ട കണിയാപുരം അബ്ദുൽ ഖാദിർ മസ്താൻ റഹിമഹുല്ല, കണിയാപുരത്തെ അബ്ദുൽ ഖാദിർ മസ്താൻ റഹിമഹുല്ല മഹാനവറുകളുടെ മഖബറ ശ്രീനാരായണ ഗുരു പലപ്പോഴും വന്ന് സന്ദർശിച്ചിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ പിന്മുറക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരുമല്ല, പക്ഷേ അതിന്റെ ഏറ്റവും വലിയ തലപ്പത്തുള്ള ആളുകൾ പോലും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ചരിത്രം, മണപ്പാടൻ കുഞ്ഞഹമ്മദ് ഹാജി എന്നു പേരുള്ള ഒരു മുസ്ലിം പൗരപ്രമുഖൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് കൊല്ലത്തെ SN കോളേജിന് 25 ഏക്കർ സ്ഥലം സൗജന്യമായി പതിച്ചു കൊടുത്തത്. ഒന്നും രണ്ടുമല്ല, 25 ഏക്കർ ഭൂമി ശ്രീനാരായണ ട്രസ്റ്റിന് SNDPയുടെ നേതൃത്വത്തിൽ കൊല്ലം SN കോളേജിന് വേണ്ടി 25 ഏക്കർ സ്ഥലം. അപ്രകാരം തന്നെ ചങ്ങനാശ്ശേരിയിലെ NSSന്റെ ആസ്ഥാനത്തിന് വേണ്ടി ഈ മണപ്പാടൻ കുഞ്ഞഹമ്മദ് ഹാജി 25 ഏക്കർ സ്ഥലം നൽകിയിട്ടുണ്ട്. ഏറിയാട്ടെ ക്രിസ്ത്യൻ സഭയ്ക്ക് വേണ്ടി 25 ഏക്കർ കൊടുത്തിട്ടുണ്ട്. കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിന് വേണ്ടി 25 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു സമസ്തയുടെ പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ മേലാളനായിട്ടോ അല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു വിശുദ്ധമായ പാരമ്പര്യം നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായം, ഔലിയാക്കളും പണ്ഡിതന്മാരും ഉമറാക്കളും സമ്പന്നന്മാരും, സത്യത്തിൽ അന്ന് പ്രിയപ്പെട്ട മണപ്പാടൻ കുഞ്ഞഹമ്മദ് ഹാജി ചിന്തിച്ചത് എന്താ? എല്ലാ സമുദായവും വിദ്യാഭ്യാസപരമായി പുരോഗമിക്കണം, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ സമുദായത്തിനും ഉയർച്ച ഉണ്ടാവണം. അതിന് സ്വന്തം വിലപിടിപ്പുള്ള ഭൂമി പോലും വിട്ടുകൊടുത്ത ചരിത്ര പാരമ്പര്യം മറന്നുകൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ നമ്മുടെ ഈ നാട്ടിൽ, നേരത്തെ പറഞ്ഞു, നിരവധി അമുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കേരളീയ സമാജത്തിന്റെ അധ്യക്ഷൻ, പ്രസിഡന്റ് പ്രിയപ്പെട്ട കാരക്കൽ വർഗീസ് സാർ അവറുകളും, അതേപോലെ അതിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട പവിത്രൻ, അതേപോലെ വൈസ് പ്രസിഡന്റ് അസീൽ അബ്ദുറഹ്മാൻ തുടങ്ങിയ ആളുകളാണ് ബഹുമാനപ്പെട്ട തങ്ങളെ സന്ദർശിച്ചു പോയത്. ഈ ഒരു സ്നേഹം, ഈ ഒരു സൗഹൃദം, അത് എവിടെയാണെങ്കിലും മലയാളികൾ ഉള്ളയിടത്ത് മുഴുവൻ, ഇവിടെ തന്നെ നമ്മുടെ മദ്രസക്ക് വേണ്ടി അമുസ്ലിങ്ങളായ ആളുകൾ സംഭാവനകൾ കൊടുത്തവരുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ മനോഹരമായി പങ്കെടുക്കുന്നവരുണ്ട്. ഈ ഒരു വിശുദ്ധമായ പാരമ്പര്യം നമുക്ക് നിലനിർത്താൻ സാധിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാർ, പാണക്കാട്ട് സാദാത്തുക്കൾ നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധമായ ഒരു വഴി. ഞാനിത് ഓർമ്മപ്പെടുത്താൻ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിച്ചുകൊണ്ട് മാതൃഭൂമി നടത്തിയ വളരെ അപകടകരമായ ഒരു പ്രവണത. ഒരു തെറ്റ് ചെയ്താൽ പിന്നെ തിരുത്തിയാൽ മാപ്പ് ചോദിക്കുകയും ആ മാപ്പ് ചോദിച്ചാൽ അത് സ്വീകരിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും നമുക്കതിശക്തമായ വേദനയുണ്ട്. ആ വാക്കുകൾ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ പ്രചരിച്ചു, സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ. പക്ഷെ എന്നാലും നമ്മുടെ നേതാക്കൾ, ബഹുമാനപ്പെട്ട തങ്ങളും സമസ്തയുടെ ഉലമാക്കളും സമാധാനത്തോടെ, സംയമനത്തോടെ നമുക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. നമുക്ക് നമ്മുടെ പ്രതിഷേധം അറിയിക്കാനുള്ള അവകാശങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം അതിന് മാന്യമായ സമര രീതികളൊക്കെ നമ്മൾ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി. പക്ഷെ അതിന്റെ മറവിൽ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയുകയും വേണം. ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം അത് എന്നും വിജയിച്ചിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാതൃഭൂമിയുടെ അതിന്റെ ഗ്രാഫ് ഓരോ നാടുകളിൽ ഒറ്റ ദിവസം കൊണ്ട് ആയിരക്കണക്കിന് കോപ്പികൾ നിർത്തൽ ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങളും അല്ലാത്തവരും ആ ശക്തമായ പ്രതിഷേധത്തിൽ പങ്കാളികളായത്. അതുകൊണ്ട് തന്നെ അവർക്ക് ബോധ്യപ്പെട്ടു. മാതൃഭൂമിയുടെ മാനേജ്മെന്റ് വളരെ വേദനയോടുകൂടെ മാപ്പ് പറയാൻ തയ്യാറായി. അത് നല്ല കാര്യം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആരൊക്കെയാണ് അങ്ങനെയുള്ള ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ കളിക്കുന്നത്? ഒരുപക്ഷെ ഒരു ഇലക്ഷന്റെ മുന്നോടിയായി മുസ്ലിം സമുദായത്തെ ഒരു പ്രത്യേകമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും ആസൂത്രിതമായി ശ്രമിച്ചതാകുമോ? അല്ലാഹു ആലം. പക്ഷേ വളരെ പാരമ്പര്യമുള്ള കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല,
കേരളത്തിലെ അമുസ്ലിം സമുദായത്തിനും ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നറിയാം. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാത്തത് കൊണ്ടല്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം അറിയാത്തത് കൊണ്ടുമല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരായിരുന്നു? ഈ വിഷയത്തിലുണ്ടായ സാഹചര്യം പഴയ ആ ഒരു വീഞ്ഞ്, അത് തന്നെ പഴയ വർത്തമാനം തന്നെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുഭാര്യത്വം സ്വീകരിച്ചത്, കല്യാണങ്ങൾ അധികം കഴിച്ചത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്ത്രീലമ്പടനായി, അതിന്റെ പേരിൽ അതിന്റെ വഴിക്ക് മുസ്ലിം സമുദായം ഒരു സ്ത്രീ പീഡകരായി ചിത്രീകരിക്കുന്ന ക്രൂരമായ ഒരു പ്രവണത സത്യത്തിൽ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണ്ടേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചത് 40 വയസ്സ് പിന്നിട്ട ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. ഏറ്റവും സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ തരുണീമണികളായ യുവതികൾ, വളരെ പ്രമാണിത്ത കുടുംബത്തിലുള്ളവർ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. മുത്തുനബി അത്ര വലിയ സുമുഖനും സുന്ദരനുമായിരുന്നു. പക്ഷേ എന്തേ അല്ലാഹുവിന്റെ റസൂൽ അത് സ്വീകരിക്കാതിരുന്നത്? 40 വയസ്സുള്ള ഖദീജ ബീവിയെ, ചെറുപ്പത്തിലെ ഉമ്മ മരണപ്പെട്ടു പോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യ എന്ന ആ സ്ഥാനത്തിലും അതോടൊപ്പം ഒരു മാതൃവാത്സല്യത്തിലും ഒരു ഉമ്മയുടെ സ്ഥാനത്തും ഈ സമുദായത്തിന് ഏറ്റവും ശക്തമായ തണലൊരുക്കാൻ ഖദീജ ബീവി റളിയല്ലാഹു തആലയെ കല്യാണം കഴിക്കാൻ അത് രാജാതിരാജനായ റബ്ബിന്റെ തീരുമാനമായിരുന്നു. ഒരു സ്ത്രീലമ്പടനായിരുന്നെങ്കിൽ അങ്ങനെയാണോ കല്യാണം കഴിക്കുക? പിന്നെ ബഹുഭാര്യത്വം സ്വീകരിച്ചത് എപ്പോഴാ? എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 53 വയസ്സ് പിന്നിട്ട കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ കല്യാണം മഹദിയായ സൗദ ബീവി റളിയല്ലാഹു തആല അൻഹ. സൗദ ബീവിക്ക് അന്ന് ഏറെക്കുറെ 60 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ബഹുഭാര്യത്വം സ്വീകരിച്ചത് ഓരോ അനിവാര്യമായ ഘട്ടത്തിലും ഇസ്ലാമികമായ ശരീഅത്തിന്റെ അനുവദനീയമായ നിയമങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കാനും ഒക്കെയായിരുന്നു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി പോവുകയാണ്. പുറത്തേക്ക് പോകുന്നില്ല, തൽക്കാലം ഒരു വിശ്രമത്തിന് പോവുകയാണ്. എല്ലാവരും അവിടെ ഇരിക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു കന്യക എന്നുള്ള നിലയിൽ കല്യാണം കഴിച്ചത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ മാത്രമാണ്. ആ ആയിഷ ബീവിയെ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം, പ്രായമുള്ള ഘട്ടത്തിൽ ഒരു കന്യകയെ ഒരു ശൈശവ വിവാഹം നടത്തിയുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടെ ആയിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് ആ വീട് കൂടൽ പോലും ഉണ്ടാകുന്നത് എത്രയോ പിന്നെയും പിന്നിട്ടതിന് ശേഷമാണ്. ആയിഷ ബീവിയെ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം, ആയിഷ ബീവി ഏറ്റവും നല്ല ബുദ്ധികൂർമ്മതയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഈ മുസ്ലിം സമുദായത്തിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആവശ്യമായ നിയമങ്ങൾ, അതുകൊണ്ട് ആയിഷ ബീവിയാണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്. സ്ത്രീകളുടെ ജീവിതവുമായി അവരുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിഷ ബീവിയിലൂടെയാണ് ബോധ്യപ്പെടുന്നത്. അതും രാജാതിരാജനായ റബ്ബിന്റെ തീരുമാനമായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അത് വലിയ വലിയ ജഡ്ജിമാരാണെങ്കിലും അധികാരത്തിരിക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും പത്രപ്രവർത്തകരാണെങ്കിലും ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെ കരിവാരിത്തേക്കാനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കാനും ഈ പഴയ വർത്തമാനങ്ങൾ തന്നെയാണ് ഉപയോഗപ്പെടുത്തിയത്. അതിന്റെ യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയാൽ ശ്രദ്ധ നേടാനും അതിലൂടെ ചില അധികാര കസേരകളിലേക്ക് എളുപ്പവഴി തേടാനും മുസ്ലിം സമുദായത്തെ തമ്മിലടിപ്പിക്കാനുമുള്ള ക്രൂരമായ ശ്രമങ്ങൾ, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ബുദ്ധിപരമായി തന്നെയായിരിക്കണം നമ്മുടെ ഇടപെടലുകൾ. ആ തരത്തിലുള്ള ആഹ്വാനങ്ങളാണ് നമ്മുടെ നേതാക്കൾ നമ്മുടെ മുന്നിൽ തന്നിട്ടുള്ളത്. ഇവിടെ സൗഹൃദം നിലനിൽക്കണം. അതൊരു ഭയത്തോടുകൂടിയോ പേടിയോടുകൂടിയോ അല്ല. ഏത് കാലഘട്ടത്തിലും മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇസ്ലാമിന് ഭൂരിപക്ഷമുള്ള നാടുകളിലും അപ്രകാരം തന്നെ ന്യൂനപക്ഷമുള്ള നാടുകളിലും എവിടെയും, മിസ്രിൽ, ഈജിപ്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തും മിസ്ർ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കീഴിൽ വന്നു.
ഇന്ന് ഈജിപ്തിൽ സന്ദർശിക്കുന്ന ആളുകൾക്കറിയാം, തൂര് സീന മലയുടെ താഴ്വാരത്ത് അവിടെ ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയം. അന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇസ്ലാമിന്റെ കീഴിൽ വന്ന ഒരു രാജ്യം, ഭൂരിപക്ഷം അന്നും പിന്നെ ഇപ്പോഴും 95% വരുന്ന മുസ്ലിങ്ങളാണ് മിസ്രിൽ, ഈജിപ്തിലുള്ളത്. ഭൂരിപക്ഷം ഉണ്ടായിട്ട് ആ ദേവാലയത്തെ തകർക്കാനോ അത് വെട്ടിപ്പിടിക്കാനോ ഇസ്ലാമിന് സാധിക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ചെയ്തത്, അന്ന് ആ ക്രിസ്ത്യൻ ദേവാലയത്തിന് ഒരു പാറാവുകാരനെ നിശ്ചയിക്കുകയായിരുന്നു. അവിവേകത്തോടുകൂടെ പോലും ആരും ഒന്നും ചെയ്യരുത്. ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കുണ്ട്, അധികാരമുണ്ട്, എല്ലാ സ്വാധീന ശക്തിയുമുണ്ട്. സംരക്ഷണം 24 മണിക്കൂർ ഒരു ക്രിസ്ത്യൻ ദേവാലയം സംരക്ഷിക്കാൻ വേണ്ടി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു പാറാവുകാരനെ നിശ്ചയിക്കാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഏൽപ്പിച്ചത്. അന്ന് മുതൽ കഴിഞ്ഞ കൊല്ലം ഈജിപ്തിൽ സന്ദർശനം നടത്തി ആ ദേവാലയം കണ്ടപ്പോൾ അതിന്റെ തൊട്ടു മുന്നിൽ അതിന്റെ വാതിൽ പടിയിൽ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് ഏറെക്കുറെ 55 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സഹോദരൻ, നല്ല താടിയുള്ള നിസ്കാര തഴമ്പുള്ള നല്ല ഒരു അറബി, തസ്ബീഹ് മാല മരിച്ചുകൊണ്ടാണ് ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ പടിപ്പുരയിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. മുഹമ്മദ് ജബലി എന്ന് പേര് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ചരിത്രം പറഞ്ഞു. ഇത് ഇപ്പോഴും ഈജിപ്ഷ്യൻ സർക്കാർ ശമ്പളം കൊടുത്തുകൊണ്ട് ആ ഒരു ഡ്യൂട്ടി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ കാലഘട്ടം മുതൽ ഈ ക്രിസ്ത്യൻ ദേവാലയത്തിന് ഒരു പാറാവുകാരൻ, ഒരു മുസ്ലിമിനെ ഏൽപ്പിച്ച ആ പാരമ്പര്യമാണ് ഇപ്പോഴും നിലനിർത്തുന്നത് എന്ന് പറയുമ്പോ മുസ്ലിം സമുദായം ഭയപ്പെട്ടുകൊണ്ടല്ല മതസൗഹാർദ്ദത്തിന് മുന്നിൽ നിന്നത്. പിന്നെ മതസൗഹാർദ്ദം എന്നത് കേവലം കാട്ടിക്കൂട്ടലുകളായി നമ്മുടെ നേതാക്കൾ പറഞ്ഞതുമില്ല, കണ്ടതുമില്ല, ചില പ്രഹസനങ്ങളല്ല. അത് ജീവിതത്തിലെ പെരുമാറ്റ രീതികൾ, മര്യാദകൾ, അതാണ് മദ്രസയിലൂടെ നമ്മുടെ ഉസ്താദുമാർ സമസ്ത കേരള ജംഇയ്യത്തുലും നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കേവലം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ വീട്ടിലോ അല്ലെങ്കിൽ ബസ്സിന്റെ മുന്നിലോ ഒരു 3 ഫോട്ടോ വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെയും കഅബാലയത്തിന്റെയും മദീന മുനവ്വറയുടെയും അപ്പുറത്ത് ഏതെങ്കിലും ഒരു ഹിന്ദു പ്രതിഷ്ഠയുടെയും 3 ഫോട്ടോ വെച്ചൊരു മുല്ലപ്പൂമാല ചാർത്തി കൊടുത്താൽ മതസൗഹാർദ്ദം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരല്ല ഇസ്ലാം മുസ്ലിങ്ങൾ. അല്ലെങ്കിൽ ഒരു മതസൗഹാർദ്ദ റാലി എന്ന് പറഞ്ഞ് 3 കുഞ്ഞുങ്ങളെ പ്രച്ഛന്ന വേഷം കെട്ടിച്ച്, ഒരാൾ ഒരു അച്ഛന്റെ വേഷത്തിലും ഒരാൾ ഒരു പണ്ഡിതന്റെ വേഷത്തിലും ഒരു സ്വാമിയുടെ വേഷത്തിലും അങ്ങനെ ഒരു പ്രച്ഛന്ന വേഷത്തിൽ കൈകോർത്താൽ ഉണ്ടായിത്തീരുന്നതുമല്ല, മറിച്ച് പെരുമാറ്റത്തിൽ, സൗഹൃദത്തിൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്രിം ജാറക വലൗ കാന കാഫിറ. അക്രിം, ബഹുമാനിക്കണം എന്നാ പറഞ്ഞത്. ഏത് മതക്കാരനാണെങ്കിലും മത നിഷേധിയാണെങ്കിലും, വല്ലദീ യശ്ബഉ വജാറുഹു ജായ ഫലൈസ മിന്നാ. നിങ്ങളുടെ അയലത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നവനുണ്ടെങ്കിൽ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന ഹദീസ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നമ്മളൊക്കെ ഏതെങ്കിലും മതസൗഹാർദ്ദ യോഗത്തിന് പോകുമ്പോൾ പ്രസംഗിക്കാനുള്ള ഒരു ക്യാപ്ഷൻ ആയിട്ടല്ല, അത് ജീവിതത്തിൽ പെരുമാറാൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീട്ടിലെ പരിചാരകനായ കുട്ടി ഗുലാമഹു യസ്ലഖു ഷാത്തൻ, ഒരാടിനെ അറുത്തുകൊണ്ട് ആട്ടുമാംസം കൊണ്ട് മുന്തിയ ഭക്ഷണം ഒരുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാ സുന്നത്തുകളും കൃത്യമായി ജീവിതത്തിൽ പാലിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ കുട്ടിയോട് പറഞ്ഞു, മോനെ, യാ ഗുലാം ഇദാ ഫറഗത ഫബ്ദഅ ബിജാരിനൽ യഹൂദി. ആദ്യമായി ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത് നമ്മുടെ അയൽക്കാരനായ യഹൂദിക്കായിരിക്കണം മോനെ. മഹാനവറുകൾ ഇത് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറി. ഒരല്പനേരം കഴിഞ്ഞ് പിന്നെയും പുറത്തു വന്നു, മോനെ മറന്നു പോകണ്ട, ഇദാ ഫറഗത ഫബ്ദഅ ബിജാരിനൽ യഹൂദി. ആദ്യം നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കൾ കൊതിയോടെ കാത്തിരിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ മുന്തിയ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ അയൽക്കാരൻ യഹൂദിക്ക് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. ഈ ഒരു മനോഹരമായ പാരമ്പര്യം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുസ്ലിം സമുദായം എന്നും കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾക്ക് ഏറ്റവും വലിയ പാരമ്പര്യം നിലനിർത്താനായി സാധിച്ചത്. ഇത് എല്ലാവരോടും, മാതാപിതാക്കളോട്, ഉസ്താദുമാരോട്, പൊതുസമൂഹത്തോട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കുടുംബ സംഗമം വരാനുള്ളത് കൊണ്ട്
അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നാളേക്ക് മാറ്റിവെക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോവുകയല്ല. ഇത് മനോഹരമായ ഒരു സംസ്കാരം. പ്രത്യേകിച്ച് രക്ഷിതാക്കളായ ആളുകൾ മനസ്സിലാക്കണം, നമ്മുടെ മദ്രസ വളരെ അഭിമാനകരമായി മുന്നോട്ട് പോകണം. ഈ ഒരു സംസ്കാരം 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ പ്രത്യേകിച്ച് ഗൾഫിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു സംവിധാനമാണ് കൈവന്നിട്ടുള്ളത്. നമുക്ക് സമയമുണ്ട്, സൗകര്യമുണ്ട്, സമ്പത്തുണ്ട്. അത് വളരെ കൃത്യമായി നമുക്കും നമ്മുടെ മക്കൾക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന, ദുനിയാവ് വേണം, ജോലികൾ വേണം, പരീക്ഷകളിൽ വിജയിക്കണം, നമ്മുടെ മക്കൾ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മോടുള്ള പെരുമാറ്റം, എങ്ങനെയാണ് ഉമ്മയെ ബഹുമാനിക്കേണ്ടത്, ഉപ്പയെ ബഹുമാനിക്കേണ്ടത്, ദുനിയാവിലും ആഖിറത്തിലും അവരെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്, ഈ വിശുദ്ധമായ വഴികൾ നമ്മുടെ മക്കൾ പഠിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അവസരം, നമ്മുടെ മദ്രസ, അതോടൊപ്പം റബ്ബിന്റെ വളരെ വലിയ നിഅമത്ത് കൊണ്ട് എല്ലാ ദിവസങ്ങളിലും വ്യത്യസ്തമായ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൈൻ സമസ്തയുടെ നേതൃത്വത്തിൽ മതവിജ്ഞാന സദസ്സുകൾ, ഖുർആൻ പഠന സംരംഭങ്ങൾ, കുടുംബയോഗങ്ങൾ, കുടുംബ ക്ലാസുകൾ, ആത്മീയ രംഗത്ത് ദിക്റിന്റെ മജ്ലിസുകൾ, സ്വലാത്തിന്റെ സദസ്സുകൾ, നമുക്കൊക്കെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായി ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മജ്ലിസുൻ നൂർ പോലെയുള്ള ആത്മീയ സദസ്സുകൾ, നമ്മുടെ നേതാക്കൾ എന്തൊക്കെയാണോ നമുക്ക് നൽകുന്നത്, അതൊക്കെ ആവേശത്തോടുകൂടെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വളരെ സമാധാനത്തോടെ, സന്തോഷത്തോടെ നമ്മുടെ ഈ പ്രവാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമസ്തയുടെ, ബഹ്റൈൻ സമസ്തയുടെ തണലിൽ നമുക്ക് സാധിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രവാസത്തിന്റെ വിരഹവേദനയും, നമ്മുടെ കുടുംബത്തെ വിട്ടുപിരിഞ്ഞുകൊണ്ടുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും, വീട്ടിലെ നാട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴുള്ള വേദനയുടെ, സങ്കടങ്ങളുടെ മാറാപ്പുകൾ ഇറക്കി വെക്കാനും റബ്ബിന്റെ മുന്നിൽ കൂട്ടമായി ദുആ ചെയ്യാനും ഒക്കെയുള്ള വളരെ മനോഹരമായ ഒരു അവസരമാണ് നമുക്ക് സമസ്ത എന്നത്. സമസ്ത നമ്മുടെ ആവേശമാണ്, സമസ്ത നമ്മുടെ അത്താണിയാണ്, സമസ്ത നമ്മുടെ ഊർജമാണ്, സമസ്ത നമ്മുടെ ധൈര്യമാണ്, സമസ്ത നമ്മുടെ അവലംബമാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് വളരെ അകമഴിഞ്ഞുകൊണ്ട് വളരെ ആവേശത്തോടെ നമ്മളെല്ലാവരും സഹായിച്ചത്, സമ്പത്ത് നൽകിയത്, പ്രവർത്തിച്ചത്, ഉറക്കൊഴിച്ചത്. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്തു. എത്രയോ ദിവസങ്ങളായി, ചില ദിവസം അരമണിക്കൂർ മാത്രം ഉറങ്ങിയവർ, അതേപോലെ വളരെ തീരെ ഉറങ്ങാത്ത ആളുകൾ, നമ്മുടെ പ്രവർത്തകർ ധാരാളമുണ്ട്, എനിക്കറിയാം. എത്രയോ ദിവസങ്ങളായി പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടക്കുന്നവർ. എല്ലാവർക്കും റബ്ബിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് പ്രതീക്ഷ. അള്ളാഹുവിനോടുള്ള ദുആ ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ദുആ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സമയം നമുക്ക് വളരെ പരിമിതമാണ്. നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. രാജാതിരാജനായ റബ്ബിന്റെ ഏറ്റവും വലിയ നിഅമത്ത് കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ നമ്മുടെ ഈ പരിപാടി അവസാനിക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാനായി കഴിയുന്നത്, ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം വളരെ ഇസ്സത്തോടുകൂടെ ഇന്ന് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട്, നമുക്കറിയാമല്ലോ സമസ്തയുടെ വളർച്ച ഏറ്റവും വലിയ അത്ഭുതകരമായി, സമസ്തയുടെ ഈ നിലപാടും സമസ്തയുടെ ആശയങ്ങളും സമസ്ത നിലനിർത്തുന്ന വഴിയും അതിനെ കേരളത്തിലെ സമൂഹം, പൊതുസമൂഹം എല്ലാവരും അംഗീകരിച്ച ഒരു മഹാസംഭവമായിരുന്നു നമ്മുടെ ആലപ്പുഴയിലെ മഹാസമ്മേളനം. പടച്ചറബ് അതിന്റെ പ്രവർത്തകർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹ്റൈനിലെ നിങ്ങൾ, നാട്ടിൽ ആ സമയത്തുള്ളവരുണ്ടായിരുന്നു. അതിനേക്കാൾ ആവേശത്തോടെ ആ പരിപാടി നെറ്റ് മുഖേനയും മറ്റ് സൗകര്യങ്ങളിലൂടെ നോക്കിക്കണ്ടവരുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അതിനേക്കാൾ ബഹ്റൈനിലെ പ്രവർത്തകർ ആ മഹാസമ്മേളനത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. അതോടൊപ്പം തന്നെ ബഹ്റൈന്റെ ഏറ്റവും വലിയ ഒരു ബന്ധം, നമ്മുടെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ഈ സ്റ്റേജിൽ വളരെ മനോഹരമായി നമ്മോട് അഭിസംബോധന ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ശരീഅത്ത് കോടതിയിലെ ഖാദി അദ്ദേഹമായിരുന്നു. വളരെ ആവേശകരമായ ഉദ്ഘാടന പ്രഭാഷണം. ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാമദാജിയും ഒക്കെ അവരുടെ കൂടെ അനുഗമിച്ചുകൊണ്ട് ആ പരിപാടിക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ബഹ്റൈനിലെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയുമായിട്ടുള്ള ആ ഒരു ബന്ധം, ആ ഒരു ബന്ധത്തിന്റെ ഒരു ഉദാഹരണം കൂടെയാണ് ആലപ്പുഴ സമ്മേളനത്തിലെ പ്രാതിനിധ്യം. അല്ലാഹു എല്ലാ വിധേന സഹായിച്ചവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ നമ്മുടെ യാത്രയായി. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റന്നാൾ വരുന്ന ആദർശ സെഷനിൽ
ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയെ കുറിച്ച് പറയണം, അനുസ്മരിക്കണം എന്ന് മനസ്സിൽ മോഹിച്ചത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാതിരുന്നത്. നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മുന്നിൽ ആത്മീയമായും അതേപോലെ വൈജ്ഞാനികമായും സമ്മാനിച്ചുകൊണ്ട് സൈനുൽ ഉലമ നമ്മുടെ യാത്രയായി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയെ പ്രത്യേകമായി അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ഒക്കെ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നു. റബ്ബിന്റെ നിഅമത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ നമുക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അത് വളരെ ആവേശത്തോടുകൂടെ നമുക്കത് നിർവഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മജ്ലിസുൻ നൂറും ആത്മീയ സംഗമവും ആദർശ സെഷനും ഒക്കെയാണ് മറ്റന്നാൾ നടക്കാനിരിക്കുന്നത്. നാളെ കുടുംബ സംഗമം, അതിലൊക്കെ നമ്മളൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. വളരെ ആവേശത്തോടെ, വളരെ മനസ്സ് നിറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു കൂട്ടപ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഈ പരിപാടി ഇന്ന് അവസാനിപ്പിക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് പ്രവർത്തകർ അവരൊക്കെ കാത്തിരിക്കുന്നത് ദുആക്ക് വേണ്ടിയാണ്. നമ്മുടെ അധ്വാനങ്ങളൊക്കെ, ഏതൊരു കാര്യവും അതിൻ്റെ കബൂലിയത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണെങ്കിലും നിസ്കാരം കഴിഞ്ഞാൽ ഒരു ദുആ, നോമ്പാണെങ്കിലും നോമ്പ് തുറന്നാലുള്ളൊരു ദുആ, ഹജ്ജാണെങ്കിൽ ഹജ്ജ് കഴിഞ്ഞാലുള്ള ദുആ, ഏതൊരു കാര്യത്തിൻ്റെയും കബൂലിയത്ത് അത് അവസാനം നിർവഹിക്കുന്ന ദുആയോടുകൂടെയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ്, ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങൾ സമാപന ദുആ നമുക്ക് നടത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബ് ദീർഘായുസ് കൊടുക്കട്ടെ. നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും രാവും പകലും ഓടി നടന്ന് പലപ്പോഴും ഉറങ്ങാനൊന്നും സാധിക്കാതെ ഇങ്ങോട്ട് വന്നത് തന്നെ ചെന്നൈയിൽ ഒരു പരിപാടിക്ക് പോയി ദീർഘയാത്ര ചെയ്ത് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ വന്നാലും നമുക്കറിയാമല്ലോ, നമ്മൾ ആവേശത്തോടുകൂടെ തങ്ങളെ കാണാനും ദുആ ചെയ്യിക്കാനും താമസിക്കുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും ഓടി വരും പുഞ്ചിരിച്ചുകൊണ്ട്, ഒരു വെറുപ്പോ ഒന്നും പ്രകടിപ്പിക്കാതെ നമുക്കൊക്കെ വലിയ ആശ്വാസമായി നമുക്ക് ദുആ ചെയ്യാനും ഒക്കെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ വളരെ അഭിമാനമാണ്. അള്ളാഹു അവർക്കൊക്കെ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന നേതാക്കൾ, ഉസ്താദുമാര്, കോയക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെ രോഗികളായ പലരുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും സിഹത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകർ നമ്മുടെ ഈ പരിപാടി അത് കൈകാര്യം ചെയ്യുന്നുണ്ട്, സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എല്ലാ പരിപാടികളും വളരെ വലിയൊരു നിഅമത്തായി ക്ലാസ് റൂം, കേരള ഇസ്ലാമിക് ക്ലാസ് റൂം നമുക്കൊക്കെ അറിയാം. നമുക്കൊക്കെ എവിടെയാണെങ്കിലും മൊബൈൽ ഫോണിലൂടെയും അതേപോലെ കമ്പ്യൂട്ടറിലൂടെയും ഒക്കെ ഓരോ പരിപാടികൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ അവസരം അല്ലാഹു അതിൻ്റെ പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹ്റൈനിൽ അതിൻ്റെ പ്രവർത്തകർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അത് കേൾക്കുന്ന ധാരാളം ആളുകൾ മറ്റുള്ള പല നാടുകളിലും നാട്ടിലുമൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.